അജ്ജോ ഇതാരാ ഹാജിക്കിരാത്ത് പാടുന്നാരാ? ഹാജിക്കിരാജ് പാടുന്നാരാ? അമ്മ കണ്ടോ? അതെ അതെ മറുപടി എല്ലാം പിടിക്കായിട്ട് കാണിച്ചേ കൊച്ചു ചമ്മുടി കെട്ടിയേക്കണെന്ന് കാണിച്ചിട്ടാടനെ എല്ലാരും ഒന്ന് കാണിച്ചേ. ഹായ് പറഞ്ഞ എല്ലാരും. സൂപ്പറാണല്ലോ. ഇതാരാടാ മീർക്കോട്ട നിനക്ക് തലമുടി ഇട്ടി തന്നെ? പണ്ട് നമ്മുടെ ഈ സ്കൂളിൽ പോകുന്ന അല്ലേ? ഇപ്പോഴും പിന്നീട്ടുണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന അല്ലേ പിള്ളേര്? അങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പണ്ട് ഇങ്ങനെയായിരുന്നു. ശരിക്കും നല്ല രസമുണ്ടല്ലേ? പരിപാടി എന്നാന്ന് പറഞ്ഞേ? ഇന്ന് പരിപാടി തന്നെയാടാ. ഇന്ന് നമുക്ക് കൊച്ചിന് എന്നാ കുറുക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരാൾ ചോദിച്ചിട്ടില്ലേ? അതെ, നമുക്ക് അത് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഒത്തിരി പേര് നമ്മൾ ചോദിക്കാനുണ്ടോ നമ്മുടെ റീവൂട്ടിന് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ റീവൂട്ടിന്റെ മെയിൻ ഫുഡുകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകാൻ കേട്ടോ. എല്ലാവർക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റെപ്പ് ഉണ്ടോ? ഡാൻസ് ആണോ? സൂപ്പർ ഡാൻസ് ആണ് കേട്ടോ. ഞാനാണ് ഇത് ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കട്ടോ. നമ്മളെ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ക്രിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഇതിലെ പോയി നോക്കണ്ട. പിന്നെ ആർക്കും ടി വിയും കിട്ടിയല്ല, ഇവൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓസ്ട്രേലിയയും ഇന്ത്യയും കളിക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് അല്ലേ? ഇന്ന് ബർത്തിലാട്ടോ ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കണം. സിഡ്നിയിൽ കളി വരുമ്പോൾ ഞാൻ എന്തായാലും കാണാനും പോകുന്നുണ്ട്. ഇതിന്റെ തന്നെ ബാക്കിയാണോ അതോ? അല്ലല്ല, അത് വേറെ വേറെ ടെസ്റ്റാമേ. 5 ടെസ്റ്റ് കളിയുണ്ട്. അപ്പോൾ വരുന്നുണ്ടോ സിഡ്നി ക്രിക്കറ്റ് കളി കാണാൻ വരുന്നുണ്ടോ? എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ചുമ്മാ പോയി കണ്ടേക്കാം, രസമല്ലേ? കോഹ്ലിനെയൊക്കെ കാണാം. നീ കണ്ടോ ഇവിടെ റിമോട്ടിനായിട്ട് വന്നു കേട്ടോ. പിന്നെ ഉറപ്പായിരുന്നേ? ഉറങ്ങുമല്ലായിരുന്നു, അപ്പറേ മുറിക്കകത്തായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചാച്ചന്റെ മുറിയിലായിരിക്കും കൂടുതൽ കേട്ടോ. ചാച്ചനുമായിട്ട് വലിയ കമ്പനി. ഇവന്റെ ചാച്ചനോട് കൂട്ടും കൂടി ആ മുറി കൂടെ നടന്നോളും. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഞങ്ങൾ ചാച്ചന് മുറി കൊണ്ട് വിടും. അല്ല ഇവിടെ വിട്ടാൽ മതി, അവൻ പൊക്കോളും തന്നെ പൊക്കോളൂ കേട്ടോ. പറന്നു പോകും കേട്ടോ. ഞാനിപ്പം ജോലി കഴിഞ്ഞ് വരുവാണെങ്കിൽ ആ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേക്കുണ്ടല്ലോ, മെറയാണേലും അതെ റീമാണേലും അതെ ഓടിച്ചെല്ലും കേട്ടോ. ഓടിച്ചെല്ലും. റീപ്പോട്ടാ നിന്റെ ഫുഡ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. റീപ്പ് കഴിക്കുന്ന ഫുഡ് എല്ലാവരും കാണിക്കാൻ പോകുന്നത് കേട്ടോ. രാവിലെ കൊച്ചേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ. ഇവിടെ വന്ന് ഒരു ബിസ്ക്കറ്റ് അവൻ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോളും. നമ്മളത്തെ കൊച്ചിന്റെ ടേബിളിൽ ഇരുത്തും. ബ്രഷ് ചെയ്യും. ബ്രഷ് എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ കൊണ്ട് ബ്രഷ് അല്ല കേട്ടോ, നമ്മൾ ഈ വിരലിട്ട് തേക്കണ ബ്രഷില്ലേ, അതെ അത് എല്ലായിടത്തും തന്നെ മേടിക്കാൻ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൊച്ചിന്റെ പല്ല് നമ്മൾ നന്നായിട്ട് തേപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊച്ചിൻ്റെ ടേബിളെ കൊണ്ടിരുത്തി ഒരു ബിസ്ക്കറ്റ് കൊടുക്കും. അവൻ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് കഴിച്ചോളും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൂർക്കുണ്ടാക്കി കൊടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവനിപ്പോൾ 1 വയസ്സൊക്കെ കഴിഞ്ഞ കാരണം ഇവന് ഇനിയിപ്പം എല്ലാം കൂടെ നിന്നോളൂ. ദോശയോ ഇഡ്ഡലിയോ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് സാധനമാണേലും കഴിച്ചോളും കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഏറ്റവും ഉപകാരമാകാൻ പോകുന്നത് 6 മാസം തൊട്ട് പ്രായമുള്ള അതെ 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 പിള്ളേർക്ക് കേട്ടോ. അവര് എണീറ്റ് വരുമ്പോഴേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണല്ലേ മാം? അതെ അതെ അതെ. നമുക്ക് തുടങ്ങാം. ഇതാ കേട്ടോ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന കുറുമ്പിൽ. ഇത് ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്നതാണ്. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പൊടിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നല്ല സാധനം കിട്ടും. എന്താ കിട്ടുക വെച്ചാൽ ഇതിനകത്ത് ഒരു മായോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുകയല്ല. നല്ല സൂപ്പർ സാധനം കിട്ടും കേട്ടോ. നാട്ടിൽ നല്ല അടിപൊളി സംഭവം കിട്ടുമേ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് പൊടിച്ച് നമ്മൾ തന്നെ പൊടിപ്പിച്ച് എടുക്കുന്ന സാധനമല്ലേ. ഇത് അങ്ങനെയല്ല. ഇത് ഇവിടെ ആണെങ്കിലും ഇവിടെ തന്നെ ആണെങ്കിലും കിട്ടും. നല്ല സൂപ്പർ സാധനം കിട്ടും. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടില്ലല്ലോ. ഇപ്പോൾ എപ്പോഴും നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റിയല്ലോ. അതുപോലെ തന്നെ അതിനകത്ത് ഞങ്ങൾ പഞ്ചസാരയല്ല കേട്ടോ ഇടുന്നേ. പഞ്ചസാരയ്ക്ക് പകരം ഇടുന്നത് പനങ്കൽക്കണ്ടം എന്ന് പറയും. ഇതതിൻ്റെ പൊടിയാണ് കേട്ടോ. സാറ് നമ്മുടെ കൽക്കണ്ടം പോലെ ഇരിക്കും, പക്ഷേ ഇച്ചിരി കൂടി ഒരു ബ്രൗൺ നിറം അതിന്. കൽക്കണ്ടമായിട്ട് വേണേൽ കൽക്കണ്ടമായിട്ട് കിട്ടും, പൊടിയായിട്ട് വേണേൽ പൊടിയായിട്ട് കിട്ടും. പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട. പഞ്ചസാരയൊക്കെ ഇച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിന് കുറച്ച് കഴിച്ചോളൂല്ലോ. അപ്പോഴൊക്കെ ഇതൊക്കെ നല്ലതാട്ടോ. ഇത് കഫം വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഈ പനങ്കൽക്കണ്ടം. നല്ലതാട്ടോ. അതുകൊണ്ട് നമ്മളത് കല്ലായിട്ട് കിട്ടുന്നെങ്കിൽ കല്ലായിട്ട് തന്നെ മേടിച്ചിട്ട് കൽക്കണ്ടം പോലെ ഇരിക്കണം മേടിച്ചിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. മിക്സിയിലിട്ട് പൊടിച്ചൊരു കുപ്പിയിലിട്ട് വെച്ചാൽ മതിയേ. കുറുമ്പിൽ ആ പൊടി ഞങ്ങൾ കുപ്പിയിലാക്കി വെച്ചേക്കണം. ഇതാ കേട്ടോ ഞാൻ എടുക്കണം. അത് ഞാൻ പൊട്ടിക്കുന്നില്ല. അതെ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അത് എടുത്തുന്നുള്ളൂ കേട്ടോ. ആ പാക്കറ്റ് ഇതിന് ഞാൻ 2 സ്പൂൺ എടുത്ത് പൊടി ഇതിനകത്തോട്ട് ഇടും കേട്ടോ. 2 സ്പൂൺ പൊടി ഇട്ടു. നിനക്ക് കുഞ്ഞായിരുന്നപ്പോൾ എന്നാ തന്നേന്നറിയാവോടാ? റസ്ക് ഇല്ലേ, റസ്കിനകത്ത് പാലൊഴിക്കും. അല്ലെങ്കിൽ വെണ്ണറൊട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ കട്ടിയായിട്ട് റസ്ക് പോലെ തന്നെ കട്ടിയായിട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനകത്ത് പാലിനകത്ത് കുതിർത്ത് വെക്കും. കുതിർത്ത് വെച്ചിട്ട് അത് തരും. ഇവരൊക്കെയാണെങ്കിലും ഞാൻ വന്ന ഉടനെ ആദ്യമൊക്കെ കുറേ അത് കൊടുത്തു കേട്ടോ. റീവിന് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അത് ഒത്തിരി നല്ലതാണ് പിള്ളേർക്ക്. 6 മാസം കഴിഞ്ഞ് അത് കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് നന്നാവുകയും ചെയ്യും. പിള്ളേർക്ക് കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി നമ്മളിത് കുറുക്കുണ്ടാക്കുന്ന ഒരു പാനിനകത്തോട്ട് ഇത് അരിച്ചൊഴിക്കും കേട്ടോ. അരിക്കുന്ന അതിൻ്റെ തോടും എല്ലാം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്നോളും കേട്ടോ. അതെ 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 അതെ. നമ്മളങ്ങ് ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അന്നേരം അതിൻ്റെ
ഇത് മാത്രം തോടുള്ളതിനകത്ത് അതെ 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 ഇത് കൊണ്ടോ ഇത് മുഴുവൻ എൻ്റെ തൊണ്ടാട്ടോ. ശരി, ഇത്ര സാധനം അല്ലേ? അതെ അതെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഉണ്ട് ഇതിലും കാണേണ്ടതാണ്. ഇത് കഴിച്ച പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് സാറിന് ഇതങ്ങനെ കഴിക്കാറില്ല. കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിക്കുകയാണെങ്കിൽ ഇത് അവിടെ ഉള്ള അരി നല്ലതാന്നൊക്കെ പറയല്ലേ എന്ന് പറയണ മാതിരി വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതുകൊണ്ടോ കൊച്ചല്ലേ പിള്ളേരല്ലേ. അതെ 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 കഴിക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ കയ്പൊക്കെ വരുവേ. ശക്കലം പാലൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതെ ഇനി ഞാൻ ഇവിടെ ഇതിനകത്ത് ചേർക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ബട്ടറില്ലേ, ബട്ടർ ഒരു ചെറിയ കഷ്ണം ഇതിനകത്തോട്ട് മുറിച്ചിടുവേ. ഇത് ഉപ്പൊന്നും ഇല്ലാത്ത ബട്ടറാട്ടോ. അങ്ങനെ അതെ അതെ ശക്കലം പാല് അതുപോലെ തന്നെ കുറച്ച് ഇത് കൂടെ ബട്ടർ ഇതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ പനങ്കൽക്കണ്ടം ഇതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പം ഒത്തിരി നല്ലതാട്ടോ. ഇനി നമുക്ക് ഇത് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചൂടായി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് കിടക്കുന്ന ബട്ടറില്ലേ, ബട്ടർ അലിയുന്നിടം വരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നല്ല തീയിൽ ബട്ടർ അലിയുന്നിടം വരെ നമുക്ക് ഒരുമാതിരി നല്ല തീ തന്നെ ഇളക്കാം കേട്ടോ. ബട്ടർ ഉരുകിന്ന് തീർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തീരെ കുറച്ചിടണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അന്നേരം ശരിയാവുള്ളൂ. അല്ലെ പെട്ടെന്ന് കട്ടയായി പോവും. പൊടിയൊക്കെ ഒന്നും മൂക്കാതെ പെട്ടെന്ന് കട്ടയായി. ഞാൻ പണ്ട് അമ്മ ഇല്ലാത്തപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ, ശരിയാവത്തില്ല അല്ലേ? ഒരിക്കലും ശരിയാവാത്തൊരു സംഭവം. എനിക്ക് ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടി കൂടി പോകും, അല്ലെങ്കിൽ ഭയങ്കര ലൂസായി പോകും. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ ഭയങ്കര പാടല്ലേ? അതെ അതെ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പഠിക്കൂടാ, പരിചയമാവും. അതെ നമ്മുടെ റീവിന് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവന് 1 വയസ്സ് കഴിഞ്ഞു. അവൻ നമുക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും തന്നെ നമ്മുടെ ദോശ, ഇഡ്ഡലി, കാപ്പിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ കഴിച്ചോളൂ കേട്ടോ. അവൻ കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പുറത്തോട്ടൊക്കെ പോകേണ്ട ദിവസമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ കൊടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് മേടിച്ച് കഴിച്ചോളും. നമുക്ക് അത്ത എഴുതി കോരി കൊടുക്കാനും എളുപ്പമുണ്ട്. മറ്റേതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ ഇതുണ്ടോ അത് ഒരുക്കി കേട്ടോ. ബട്ടർ കാണാനില്ലല്ലോ. ഇനി നമ്മൾ തീ കുറച്ച് കൊടുക്കണം. തീരെ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെ അതെ തീരെ ഒരു 5 മാസം 6 മാസം കഴിഞ്ഞവർക്ക് ഇത് പരുവം മതി കേട്ടോ. അതുകൊണ്ട് അത്രയും കുറിയാൽ മതിയേ. ഇതിപ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ ഉള്ള പിള്ളേർക്കാണെങ്കിൽ ഒരു ശകലം കൂടെ കുറിയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല തീ കുറച്ചിട്ട് കേട്ടോ. കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണേ. ഇപ്പോൾ ഇതുകൊണ്ട് ഇതായിട്ടുണ്ടോയെന്ന് അറിയാനൊരു വഴിയുണ്ടേ. എൻ്റെ വഴിയാണ് കേട്ടോ. കാണിച്ചു തരാം. അടുത്തോട്ട് വാ. ഇങ്ങനെ വെച്ചത് കുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊരു വഴി വെട്ടണം. കണ്ടോ ആ വഴി അവിടെ ഇരിക്കുന്ന കണ്ടോ? ആയിട്ടുണ്ട് കേട്ടോ. അത് ശരി, മുടി പോരുത്, നേർന്ന് പോരുത്. ആ വഴി അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ലൊരു ടിപ്പാണല്ലോ. പാകത്തിനായി കേട്ടോ. ഇത് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ ആയിട്ടില്ല കേട്ടോ. ഇത് ഇപ്പം ഇങ്ങനെ ആയിട്ട് ഇത് ആറി കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങളൊരു പഴം നന്നായിട്ട് റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴം കേട്ടോ ഇവിടെ കിട്ടണേ. ആ പഴം നന്നായിട്ട് ഞങ്ങൾ ഫോർക്കും കൊണ്ട് നന്നായിട്ട് ഉടച്ച് കുഞ്ഞായിട്ട് ഉടച്ച് നല്ല പേസ്റ്റ് പോലെ ഏകദേശം ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് അതും കൂടി ഇട്ടും കുഴയ്ക്കും. തീരെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ നന്നായിട്ട് അരച്ചിട്ട് കുഴയ്ക്കണം കേട്ടോ. അത് ഇച്ചിരി നന്നായിട്ട് ഞെരടിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഇതിപ്പം റീവിൻ്റെ ഒക്കെ പ്രായം ഒരു 9 മാസം 10 മാസം ഒക്കെ ആയ പിള്ളേരാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണം കിടന്നാലും കുഴപ്പമില്ല. തീരെ പഴം നന്നായിട്ട് ഉടച്ചു അരച്ചിട്ട് എടുത്തെങ്കിൽ ഇത് ഇച്ചിരി കൂടെ കട്ടിയാവണം കേട്ടോ. കാരണം അരച്ചിട്ട് മറ്റേതും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ലൂസായി പോകുന്നുണ്ട്. അതെ 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 എങ്ങനത്തെ പഴം കേട്ടോ ഇവിടെ കിട്ടുന്നേ. ശരിക്കും റോസ്റ്റ പഴം പോലെ ആകെ റോസ്റ്റ പഴം പോലെ. അതെ അതെ ഏത്തപ്പഴം പറ്റത്തില്ലല്ലോ. അത് അത്രയും പോലെ അത് പറ്റില്ലടാ. അതൊക്കെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഏത്തപ്പഴം ഇടയ്ക്ക് പുഴുങ്ങി കൊടുക്കണോ. ഏത്തപ്പഴം ഇവിടെ കിട്ടുമല്ലോ. പൂവമ്പഴമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ല. പൂവമ്പഴവും കുഴപ്പമൊന്നുമില്ല. ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഏത്തപ്പഴം കൊച്ചു പിള്ളേർക്ക് ദഹിക്കാൻ പാടാം കേട്ടോ. അതുകൊണ്ട് പുഴുങ്ങിയിട്ട് കൊടുക്കാവുള്ളേ. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ നന്നായിട്ട് ദഹിച്ചോളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് പഴം നമുക്ക് ഉപയോഗിക്കാം? റോസ്റ്റപ്പഴം നല്ലതാണ്. പിന്നെ പൂവൻ അങ്ങനത്തെ പഴമൊക്കെ നല്ലതാണ്. ഏത് പഴവും നല്ലതാണ്. ഇങ്ങനെ അങ്ങ് ആദ്യം ഇത് ഇങ്ങനെ അങ്ങ് പോകും. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. റീപ്പിന് ഇതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ഓടി വരും. ഇപ്പം ഭയങ്കര ഇഷ്ടം കേട്ടോ പഴം. ഭയങ്കര സാറിന് പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ പഴം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച് പിള്ളേർക്ക് നല്ലതാട്ടോ. വയറിനും നല്ലതല്ല പഴം. നല്ല വയറിനും നല്ല. വയറ്റിൽ നിന്ന് പോകാനൊക്കെ പിള്ളേർക്ക് ചില പിള്ളേർക്കൊക്കെ വയറ്റിൽ നിന്ന് പോകാനൊക്കെ പാടൊക്കെ അല്ലേ. ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഇത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് ഇതും കൂടി ഇട്ടങ്ങ് ഇടക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പഴം ഇട്ട് നന്നായിട്ട്
ഉടച്ച് നമ്മൾ കുറുക്കിനകത്തിട്ട് കൊടുത്തു കേട്ടോ. അടിപൊളി സാധനം റെഡിയായി ഇല്ലേ? കഴിഞ്ഞില്ലേ? ആ നേരത്തെ ഇങ്ങനെ എൻ്റെ വലത്തെ സൈഡിൽ ഒരു കട്ടൻ കാപ്പി കാണും കേട്ടോ. ഇത് എൻ്റെ കട്ടൻ കാപ്പിയാണേ. രാവിലെ തന്നെ നമ്മൾ കട്ടൻ കുടിച്ചോണ്ടായിരിക്കും അല്ലേ മാം? ഞാൻ കട്ടൻ കുടിച്ചോണ്ടാണ് ഇത് സാറ് ഉണ്ടാക്കാറ്. എല്ലാവരുടെയും ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കട്ടനിലാണ് കേട്ടോ അല്ലേ? അതെ 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 അതെ. കടിൻ ചായ ഞങ്ങളിവിടെ ചുക്ക് കാപ്പി ഉണ്ടാക്കി വെക്കും കേട്ടോ. ചുക്ക് കാപ്പിയുടെ പൊടി ഉണ്ടാക്കി വെക്കും. അത് നേരത്തെ ഒരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറ്റുന്നവരൊക്കെ അതൊക്കെ ഉണ്ടാക്കി നോക്കണം. ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അതാണ് നമ്മൾ കാപ്പി വെറും കാപ്പിപ്പൊടി മേടിച്ച് കുടിക്കുന്നേക്കാളും ആരോഗ്യത്തിന് നല്ലതാണോ. തൊണ്ടയ്ക്കൊക്കെ സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ കുറുക്ക് കഴിഞ്ഞല്ലേ? കുറുക്ക് കഴിഞ്ഞു. കുറുക്ക് കഴിഞ്ഞാട്ടോ. ഞങ്ങൾ ഇനി ചെറിയൊരു ബൗളിലേക്ക് ആക്കി മാറ്റി കാണിച്ചു തരാവേ. അമ്മ ഇത് നമ്മൾ രാവിലെ കൊടുക്കുന്നത് ഇനി ഉച്ചയ്ക്ക് കൊടുക്കുന്നത് നമുക്കൊന്ന് കാണിക്കണ്ടേ? അത് കാണിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അറിവ് ഉച്ചയ്ക്ക് ഇത് നമ്മുടെ ചീനിക്കിഴങ്ങ. ചീനിക്കിഴങ്ങിന് നിങ്ങൾ എന്നാ പറയണേന്ന് എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയും. പലരും പല രീതിയിലായിരിക്കും കേട്ടോ പറയണേ. ഏതാ പേരെന്ന് എനിക്ക് എടുത്തില്ല. അതെ അതെ മധുരക്കിഴങ്ങ്. ഇതിൻ്റെ ഒരു ഇതുണ്ടോ, ഇത് വലുതായതുകൊണ്ട് ഇതിൻ്റെ പകുതി ഇടുന്നേ. ഇത് ഒരു പകുതി ഇടും. പിന്നെ ഇതൊരു മുട്ട പുഴുങ്ങാനിടും. ഇത് നാടൻ മുട്ട വേണം നല്ലത് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു കുഞ്ഞി ക്യാരറ്റ് അല്ലേ? ഇങ്ങനെ ചെത്തിയിട്ടാട്ടോ ഇടുന്നേ. അതെ അതെ ഞാനതൊന്ന് ഒടിച്ചു കേട്ടോ. അതും കൂടെ അത് ഒത്തിരി വലുതായതുകൊണ്ട് കേട്ടോ. ഇത് നെകക്കെ വെള്ളം ഒഴിച്ച് ഇത് ഞാൻ പുഴുങ്ങി വെക്കും. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന. അതെ അതെ അതെ. ഇതൊരു 3 വിസിൽ വെക്കും കേട്ടോ. ഞാൻ 3 വിസിലടിക്കുന്നിടം വരെ ഞാനിത് അടുപ്പിക്കും. അത് കഴിഞ്ഞ് ഓഫാക്കിയിട്ടേച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കും. നമ്മൾ ഈ മുട്ടയൊക്കെ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മുറിച്ചിട്ട് കൊടുക്കണം. ക്യാരറ്റും എന്നിട്ട് ഒരു തിളപ്പിച്ചരച്ച വെള്ളമോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന കൊച്ചാണെങ്കിൽ ശക്കലം പാലും കൂടി എന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ മതി. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരയ്ക്കണം. അരച്ചേച്ച് അതാണ് നമ്മൾ സാറിന് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ എന്നും ഇത് സാധനം തന്നെ ആകരുത്. നിങ്ങൾ ചില ദിവസം നമ്മുടെ പച്ച ഗ്രീൻ പീസ് കിട്ടിയില്ലേ, അതിൻ്റെ ഗ്രീൻ പീസ്, നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ ബീൻസില്ലേ, ബീൻസ് എന്ന് പറഞ്ഞാൽ കറി വെക്കുന്ന ബീൻസ് അങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇതാണെങ്കിൽ 2 ദിവസത്തേക്ക് ഇതാണെങ്കിൽ ഓരോ സാധനങ്ങളും വെജിറ്റബിൾ. അപ്പോൾ നമുക്കറിയാം പിള്ളേർ ഓരോ ദിവസം കൊടുക്കുമ്പോൾ നമുക്കറിയാം ഏതാ പിള്ളേർ കൂടുതൽ ഇഷ്ടമെന്ന് പറയണം. മുട്ട കഴിക്കാറായ പിള്ളേരാണെങ്കിൽ ഒരു 7-8 മാസമൊക്കെ പിള്ളേരാണെങ്കിൽ മുട്ട മസ്റ്റായിട്ടും കൊടുത്തു കേട്ടോ. നല്ല നാടൻ മുട്ട കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതൊക്കെ ശരി. ഇതെന്നാ സംഭവം? ഭയങ്കര ടേസ്റ്റ്. ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. ഉരുളക്കിഴങ്ങാണോ? അയ്യോ അത് ശരി. നീ എന്നാ ടേസ്റ്റ്? ഞാൻ വേറെ എന്തൊരു ടേസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് നോക്കി. അമ്മ ഇന്ന് സൂപ്പർ ഒരു പാവയ്ക്ക തീയിലും വെച്ചല്ലേ? നല്ല അടിപൊളി നല്ല സ്മെല്ലല്ലേ? ഈ പാവയ്ക്കത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ചിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മള് പിന്നെ അമ്മ ചൂണയും കൊണ്ട് നമ്മുടെ പതിവ് മീൻകറി ഇത് ഇന്നലെ ഉണ്ടാക്കിയതല്ല, ഇന്നലെ നമുക്ക് വൈകുന്നേരം പെറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. പെറോട്ടയും ചൂണക്കറിയും കൂട്ടി അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഓഫാക്കിയേ. ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാറാകുമ്പോൾ എടുക്കാം കേട്ടോ. നിനക്ക് ഒരു 8-ന് പണി കിട്ടിയില്ലേടാ? 8-ന്റെ പണി കിട്ടി എനിക്ക്. അതെന്താണെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാം. എല്ലാവരും പറയാം. കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ വന്നു കേട്ടോ. ഞാൻ അപ്പുറം പോയി ലെറ്റർ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചു. എനിക്ക് എന്നാന്നും അറിയത്തില്ലായിരുന്നു. ആ ലെറ്റർ അവൻ്റെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം അവൻ പറയും കേട്ടോ. ഞാൻ ഞെട്ടി. ഇതാണ് ലെറ്ററിൽ എഴുതിയേക്കാൻ നോക്കിയേ. എന്നാണ് അപ്പേരൻറ്റ് ഫെയിലിയർ ടു വോട്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഒരു കൗൺസിലിൻ്റെ ഇലക്ഷൻ നടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം എനിക്ക് ഇവിടുത്തെ ഓസ്ട്രേലിയയിലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് നമ്മൾ മസ്റ്റായിട്ടും വോട്ട് ചെയ്തിരിക്കണം. വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവർ ഇതുപോലെ നോട്ടീസ് നമ്മുടെ വീട്ടിലേക്ക് അയക്കും. വേറെ എന്തോ കാര്യമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ 2 മാസത്തിന് ശേഷം ഒരു ലെറ്റർ വീട്ടിലേക്ക് വന്നു. ലെറ്ററിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ അവരോട് കാരണം ബോധിപ്പിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത്, എന്താണ് അസൗകര്യം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ അവരെ അറിയിക്കണം. ഒന്നെങ്കിൽ ലെറ്ററിൽ കൂടി ഓൺലൈനായിട്ട് നമുക്ക് അറിയിക്കാം, അല്ലെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കണം. ഫൈൻ എത്ര അമ്മേ? $55. $55 ഫൈൻ കിട്ടി കേട്ടോ. വെറുതെ ഒന്ന് വോട്ട് ചെയ്യാതിരുന്നതിന് ഫൈൻ കിട്ടി. മനസ്സിലായില്ലേ, നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതാണ്. നിങ്ങൾ ഓസ്ട്രേലിയയുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ റെസിഡൻ്റ് ആണ്, സിറ്റിസൺ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കടമയാണ്. അപ്പോൾ ഞാൻ റീലിട്ട് ചെയ്യുമ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്താൽ കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇവിടെ വോട്ട് ചെയ്തില്ലെങ്കിലാണ് പണി കിട്ടുന്നത്, നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്തതിന് ശേഷമാണ് പണി കിട്ടുന്നത്. കണ്ടിട്ട് ഞാൻ ചിരിച്ചു വേണം. അതെ 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 ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളാട്ടോ. അത് ശരിക്കും ഇച്ചിരി നിന്റെ കയ്യിലുണ്ടാ
നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ എന്തോരം സൗകര്യം ഉണ്ടെന്ന് അറിയാം. ഇവിടെ ഒരാൾക്ക് നമുക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച ഒരു സൗകര്യം തരും. ഇല്ലടാ, നമുക്കിപ്പം അന്ന് വോട്ടിന്റെ ദിവസം നമുക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അവരൊരു ഒരാഴ്ച മുന്നേ തൊട്ടേ സംഭവം തുറന്നു നോക്കട്ടോ, നമുക്ക് പോയിട്ട് നേരെ വോട്ട് ചെയ്തിട്ട് വരാം. എപ്പോൾ വേണമെങ്കിലും പോയി വോട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് അതുപോലെ നമ്മൾ ഉപയോഗിച്ചില്ല, പിന്നെ എങ്ങനെ ഫൈൻ അവർ തരാണ്ടിരിക്കില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുക തന്നെ വേണം. അപ്പൊ എല്ലാവർക്കും ഒരു പാഠമായല്ലോ അല്ലേ? പ്രത്യേകിച്ച് കണ്ടോ, നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഇതിൻ്റെ തോല് പൊളിച്ച് കളയണം കേട്ടോ. നല്ല ചൂടാണേ, ചൂടുണ്ടല്ലേ? നല്ല ചൂടാണ്. അമ്മ മധുരക്കിഴങ്ങ് നല്ല മുളക് പൊട്ടിച്ച് കൂട്ടി കഴിക്കാനും നല്ല രുചിയല്ലേ? അത് ശരിയായിട്ടോടാ, കഴിക്കാൻ നല്ല ഒരു ദിവസം കഴിക്കണം അല്ലേ? ഒരു ദിവസം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ കഴിക്കും കേട്ടോ. ഇതുപോലെ മധുരക്കിഴങ്ങ് നമ്മൾ ഈ ചെണ്ടക്കപ്പ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങി നല്ല മുളക് പൊട്ടിച്ച്, നല്ല കാന്താരിമുളക് കൊണ്ട് സൂപ്പറാട്ടോ. ഒന്നും പറയാനില്ല. കാന്താരിമുളക് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടും. നമ്മൾ പച്ചമുളക് പൊട്ടിച്ച് അടിപൊളിയായിട്ട് കഴിക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതെ, ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് അരച്ചതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചേച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പ് വേണ്ടാത്ത പിള്ളേർക്കാണെങ്കിൽ ഒരു നുള്ള നമ്മുടെ പനങ്ങൽക്കണ്ടല്ലേ, അത് കൂടി ഇച്ചിരി ഇട്ട് കൊടുത്താലും മതി. ഞങ്ങൾ ഉപ്പ് കേട്ടോ ഇടുന്നേ, ഒരു നുള്ളു ഉപ്പിടും കേട്ടോ. ഇത് എല്ലാം വെജിറ്റബിൾ അല്ലേ, അതുകൊണ്ടാണ്. ഞാൻ 2 സ്പൂൺ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാവേ. ഓടി കളിക്കണം ഓടുന്നവേ അമ്മ തന്നെ പറ്റി. ആരാണ് ഇതിന് പറയാ വരുന്നേ? മൂട്ടി തീ പിടിച്ചോ? ഒരൊറ്റ ഓട്ടോ അവിടെ നിങ്ങൾ ഓടി വന്നിട്ട് കളിക്കുവാണ് അപ്പുറത്ത്. അതാണ് പരിപാടി കേട്ടോ. ഹലോ ഹലോ, ഇത് എന്നതാ ഇവിടെ പരിപാടി? ബഡ്സിന്റെ കുപ്പിയാണല്ലോ. അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൾപ്പ് പോലെ. അതെ അതെ അതെ, ഇതാകുമ്പം കോരി കൊടുത്ത് അവർ കഴിക്കാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അതിന്റെ മൂങ്ദാലോ? നല്ല സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ പരിപ്പ് വറുത്തതാണ്. പ്രോട്ടീൻ ആട്ടോ, പിള്ളേർക്കൊക്കെ നല്ല. ഞങ്ങൾ സാറിന് ഇങ്ങനെ മേടിക്കണമല്ല, ഇത് വെറുതെ ഞങ്ങൾ മേടിച്ചു നോക്കി നല്ലതാണോ നോക്കാം. വലിയ പാക്കറ്റ് ഞങ്ങൾ മേടിച്ചില്ല, നമ്മള് പിള്ളേർ കഴിക്കുന്ന അറിയില്ല. വലിയത് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വെച്ചാ കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെടല്ലോ. ഇതുണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരയും കേട്ടോ. നല്ല സുഖമാണേ. ഇതിനകത്ത് മുട്ട ഉണ്ടെന്നൊന്നും തോന്നുന്നു പോലും ഇല്ല കേട്ടോ. കൊടുക്കാനും നല്ല സുഖം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പോലെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ആപ്പിളിന്റെ തോലി എത്തും കേട്ടോ. ആപ്പിളിന്റെ തോലി എത്തിയിട്ട് ആപ്പിൾ കൊടുക്കും. അപ്പം തോല് ചിലപ്പോൾ കടിച്ചിട്ട് വല്ല തൊണ്ടലെല്ലാം പോയാൽ ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് തോല് എത്തിയിട്ട് ഞങ്ങൾ ആപ്പിൾ കഷ്ണമാക്കി കൊടുത്താൽ അവന് ഇഷ്ടമാണ്. പിന്നെ ഓറഞ്ചിന്റെ ജ്യൂസ് പിഴിഞ്ഞേച്ച് കൊച്ചിന്റെ പാലും കുപ്പിയിലാക്കും, ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് വലിയ ഇഷ്ടമാണ്. പിന്നെ എന്തോരം പാലൊക്കെ നമ്മൾ കൊടുക്കണുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി വെള്ളമില്ലേ, തിളപ്പിച്ചാർച്ച വെള്ളം കൊടുക്കും. അത് ഒരു വയസ്സിന് ശേഷം കേട്ടോ, അല്ല 6 മാസത്തിന് ശേഷം കൊടുക്കാൻ പറ്റുമോ വെള്ളം? എന്നാലും നമ്മളിങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നവരാകുമ്പോൾ ഇടയ്ക്ക് ഒരു തുള്ളി വെള്ളം, അല്ലെ, ഒരു 10 മില്ലി 15 മില്ലി ഒക്കെ കൊടുക്കാൻ. അതെ, ഇത് നമ്മൾ കാണിക്കുന്ന ഇച്ചിരി കപ്പിനകത്ത് കൊടുത്ത് പഠിപ്പിക്കുകയോ ചുമ്മാ ഒരു കവളൊക്കെ വെറുതെ വെള്ളമാണെങ്കിലും കൊടുക്കും കേട്ടോ. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉച്ചക്കത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ രാത്രിയിൽ തന്നെ കൊടുക്കുന്ന രാത്രി സദ്യ ഞങ്ങൾ അവന് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ചോറ്, ഇപ്പം കൂടുതലും ഞങ്ങൾ ചോറും നെയ്യും പപ്പടം കൂടെ കേട്ടോ. മിറയ്ക്കും അതാണ് ഭയങ്കര ഇഷ്ടം. മിറ ഉച്ചയ്ക്ക് അത് കഴിക്കും. വൈകുന്നേരം മിറ ചോറും തൈരും മുട്ടയില്ലേ, മുട്ട വെറുതെ നമ്മൾ മുട്ട ഒരു ചിക്കി പൊരിച്ച് ഭയങ്കരമായിട്ട് മൂക്കരുത്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചോറിനകത്തോട്ട് ഇടണം. ഫ്രൈഡ് റൈസ് പോലെ അതിനകത്ത് ചോറിട്ട് ഒരു ഉപ്പുപൊടി. നമ്മുടെ ബ്രൗൺ റൈസ് ആണ് കേട്ടോ. സാധാ ബ്രൗൺ റൈസ് അതാണ് കേട്ടോ. മിറക്കൊട്ടിനും അത് തൈരും ഇട്ട് കൊടുത്താൽ മതി. നല്ല തൈര്, നല്ല കട്ട തൈര് നല്ല പിള്ളേർക്ക് എപ്പോഴും നല്ല കേട്ടോ തൈര്. റീവിനാണെങ്കിലും യോഗട്ടൊക്കെ നമ്മൾ പാക്കറ്റിൽ അത് ഇവിടെ മേടിക്കാൻ കിട്ടും, അങ്ങനെ കൊടുക്കും. പക്ഷേ ഇവന് നമ്മൾ ഒത്തിരി കൊടുത്തിട്ടില്ല കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡുകളൊന്നും തന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ. കുറച്ചും കൂടി ചെറിയ പിള്ളേരാണെങ്കിൽ രാത്രി ആ ചോറിന് പകരം എന്നാന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്. കുറച്ചുകൂടി ചെറിയ പിള്ളേരാണെങ്കിൽ നമുക്ക് ഓട്സ് ഇല്ലേ, ഓട്സ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല കേട്ടോ. ഓട്സ് നമ്മുടെ ജസ്റ്റ് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെ ഓട്സ് നമ്മൾ ഫുൾ പാലിലല്ല, കൊച്ചു പിള്ളേരാകുമ്പോൾ പാലും വെള്ളം കൂടെ, കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് കുറുക്കിയിട്ട് കൊടുക്കണം. ഭയങ്കര കട്ടിയുള്ള ഓട്സ് കൊടുക്കരുത് കേട്ടോ. ഭയങ്കര കട്ടിയുള്ളതാണെങ്കിൽ മിക്സിക്കകത്തോട്ടൊന്ന് പൊടിച്ചേച്ചാൽ നിങ്ങൾ കൊടുക്കാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് സാറിന് നമ്മൾ റീവിനൊക്കെ ഇച്ചിരി ചെറുപ്പത്തിൽ അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ചോറും നെയ്യും പപ്പടം കൊടുക്കും കേട്ടോ. റീവേ അങ്ങനെ ഞങ്ങളുടെ റീപ്പോർട്ടറിന്റെ ഫുഡ് ഞങ്ങളെല്ലാവരും ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കമൻ്റൊക്കെ എഴുതണം കേട്ടോ. അതുപോലെ പിള്ളേർക്കൊക്കെ അത് സഹായമായിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കണേ, വേറെ എന്നാക്കെ കൊടുക്കാമെന്നൊക്കെ നിങ്ങളും കമൻറ്റിനകത്ത് എഴുതണം. അപ്പോൾ നമ്മൾ 1-2 പേര് ചോദിച്ചിട്ട് കേട്ടോ, എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്, എങ്ങനെയാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അതെ നമ്മുടെ കുഞ്ഞു റെസിപ്പിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക, കൊടുത്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അല്ലേ അഭിപ്രായം പറയാൻ ഒരാൾ വരുന്നുണ്ടാ?
വരുന്നുള്ളൂ. ചാച്ചനും അമ്മ ഇന്ന് മാച്ചാണല്ലോ, റെഡും ഞങ്ങൾ അറിഞ്ഞോണ്ടൊന്നും ഇട്ടതല്ല, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാച്ചാട്ടോ. ഇങ്ങോട്ട് വായിച്ചാൽ അവിടെ ഇരിക്കാം. ചാച്ചൻ എവിടെയായിരുന്നു കിടക്കാറുണ്ടോ ചാ? ആണോ, ന്യൂസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ശരി, ഞങ്ങളത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തുറന്നു. ഞങ്ങളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അമ്മേ ചാച്ചനെ കണ്ടില്ലാന്നൊന്നും പഴിയൊന്നും പറയില്ല. ചാച്ചനെ കണ്ടു കഴിഞ്ഞാൽ റീവ് ഇങ്ങനെയാ കേട്ടോ. റീവ് ഏത് തരം ചാച്ചനെ വേണം, ചാച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛോ ചാച്ചനെ കണ്ടപ്പോൾ സന്തോഷം കണ്ടോ? അതെ 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 അതെ. എന്നാലും ഇതേ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങളെ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് എഴുതണേ, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. മറക്കരുത്. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരൂല അമ്മ? തീർച്ചയായിട്ടും വരും കേട്ടോ. നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അമ്മ ചാച്ച റിപ്പൂട്ടാ.